3000 ഏക്കർ കാട്ടിൽ 1000 കോടിയുടെ കല്യാണം. ഞാനീ പറഞ്ഞു വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ, അതായത് ആനന്ദ് അംബാനിയുടെ കല്യാണത്തെ പറ്റിയാണ്. മുകേഷ് അംബാനി എന്ന പേര് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ആരുടെ അംബാനിയുടെ മോനോ എന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്രയും റിച്ചായ ആളുകൾ അവരുടെ ഒരു മകൻ്റെ കല്യാണത്തിന് 1000 കോടി ചിലവാക്കുന്നത് ഒരു വലിയ കാര്യമേ അല്ല. പക്ഷേ ആളുകളെല്ലാം സംസാരിക്കുന്നത് ആനന്ദ് അംബാനി തൻ്റെ 3000 ഏക്കറിൽ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. സോ ഇതിനെപ്പറ്റി കൂടുതലായി അറിയാം. എൻ്റെ പേര് വിഷ്ണു. വെൽക്കം ടു നോവിറ്റ് മലയാളം. മുകേഷ് അംബാനിക്ക് 3 മക്കളാണുള്ളത്. ആകാശ് അംബാനി, ഇഷ അംബാനി, ആനന്ദ് അംബാനി. സോ ആകാശിൻ്റെയും ഇഷയുടെയും കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. ഇഷയുടെ കല്യാണത്തിന് ഏകദേശം 700ഓളം കോടി രൂപ ചെലവാക്കിയത് വാർത്തകളെല്ലാം വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇളയ മകനായതുകൊണ്ട് തന്നെ അംബാനി ഫാമിലിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആനന്ദ്. പണ്ട് തൊട്ട് ഈ IPL കാണുന്നവർക്ക് ആനന്ദിന്റെ തടിയെ പറ്റി അറിയാം. ലോബിയിലും VIP ഏരിയയിലും കളിക്കാരുടെ കൂടെയുമെല്ലാം ഈ തടിച്ച ആനന്ദിനെ കാണുമ്പോൾ ഒരുപാട് പേര് അധിക്ഷേപിച്ചിരുന്നു. അദ്ദേഹത്തിന് തടി വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആസ്മയാണ്. ആനന്ദിന് കുഞ്ഞിലെ തൊട്ട് ആസ്മ ഉള്ളത് കൊണ്ട് അതിന്റെ മരുന്നുകൾ കഴിക്കാറുണ്ടായിരുന്നു. അപ്പം അത് കാരണമാണ് ഈ അൺകൺട്രോളബിൾ ആയിട്ടുള്ള തടി വെച്ചത്. അപ്പം 2016 വളരെ കഷ്ടപ്പെട്ട് ഒരു 18 മാസത്തോളം എടുത്ത് വർക്കൗട്ടെല്ലാം ചെയ്ത് 108 കിലോ കുറച്ചിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും തടി വെക്കുകയായിരുന്നു. റിലയൻസ് എനർജി ബിസിനസ് വിഭാഗത്തിന് ഹെഡായ ആനന്ദ് അംബാനിക്ക് ശരിക്കും ബിസിനസ്സിനേക്കാൾ താല്പര്യം വന്യമൃഗങ്ങളാണ്. ഈ വന്യമൃഗങ്ങളോട് അതിയായ സ്നേഹം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അനിമൽ ഷെൽട്ടർ പണിയണം എന്നൊരു ആശയം ആനന്ദിന്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ ജാംനഗറിൽ 3000ഓളം ഏക്കർ സ്ഥലം വരുന്നിടത്ത് കാട് വെച്ച് പിടിപ്പിച്ച്, ഈ ജാംനഗർ എന്ന് പറയുന്നത് ഈ റിലയൻസിൻ്റെ തന്നെ അവരുടെ ഒരു ഓയിൽ റിഫൈനറി കോംപ്ലക്സ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. വന്താര എന്ന് പേരിട്ടിരിക്കുന്ന ഈ കാടിനെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൂ ആൻഡ് റീഹാബിലേഷൻ സെൻറ്റർ ആണെന്ന് തന്നെ പറയാം. വന്താര എന്നതിൻ്റെ അർത്ഥം സ്റ്റാർ ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. അപ്പം സൂ ആൻഡ് റീഹാബിലേഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് മൃഗങ്ങളെല്ലാം കൂട്ടിലടച്ച് വെച്ചിരിക്കുകയാണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഒരിക്കലുമല്ല. റീഹാബിലേഷൻ സെൻറ്റർ എന്ന് പറയുന്നത് തന്നെ പുനരധിവാസ കേന്ദ്രം എന്നാണ്. അപ്പം ഈ പല രാജ്യങ്ങളിൽ, അതായത് ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിലും സർക്കസിലും അതല്ലെങ്കിൽ കാട്ടിലും സൂവിലും എല്ലാം ആഹാരവും വെള്ളവും കിട്ടാതെ കഷ്ടപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും കിടക്കുന്ന മൃഗങ്ങളും അതെല്ലാം ഒരുപാട് അപകടങ്ങൾ, ഇഞ്ചോർഡായ മൃഗങ്ങളും ഉണ്ടായിരിക്കാം. പല സംഘടനകളുടെ സഹായത്തോടെ ഈ മൃഗങ്ങളെല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചതിന് ശേഷം അതിന് ചികിത്സയും പരിചരണവും നൽകി നല്ലൊരു ആരോഗ്യം, അതിൻ്റെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. അതിനുശേഷം ഇവയെ കൂട്ടിലൊന്നും അടയ്ക്കാതെ ഈ കാട്ടിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ മൃഗങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്നല്ല എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി ആ മൃഗങ്ങൾ വസിച്ചിരുന്ന ആ സ്ഥലത്തെ മണ്ണും മരങ്ങളും പാറകളും വരെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ബിഗ്ഗസ്റ്റ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് ഹോസ്പിറ്റൽ ഈ സെൻട്രൽ തന്നെയാണുള്ളത്. ഇവിടെ എലിഫന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, ലാപ്രോസ്കോപ്പി, ലേസർ സർജറി, അങ്ങനെ ഒരുപാട് എല്ലാത്തരം മൃഗങ്ങൾക്ക് വേണ്ട എല്ലാത്തരം എക്യുപ്മെന്റുകളും എല്ലാത്തരം ചികിത്സയും നൽകുവാൻ ഏകദേശം 500-ൽ പരം സ്റ്റാഫുകളും വെറ്റിനറി ഡോക്ടേഴ്സും തന്നെയുണ്ട്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഇവിടെ ഏകദേശം 200ഓളം ആനകളും മുതലകളും പാമ്പുകളും വെള്ളക്കടുവ ഉൾപ്പെടെ ഒരു 2000ഓളം മൃഗങ്ങളുണ്ടാവും. അപ്പോൾ ഈ 2000ഓളം മൃഗങ്ങളെ പരിപാലിക്കാൻ 2000ഓളം സ്റ്റാഫുകളെ നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇതേ ജാംനഗറിൽ തന്നെയാണ് ആനന്ദ് അംബാനിയുടെ കല്യാണവും നടക്കാൻ പോകുന്നത്. കല്യാണം നടക്കുന്നത് മാർച്ച് 1, 2, 3 തീയതികളായിരുന്നു. ഇതിനു മുന്നോടിയായി ജാംനഗറിൽ വസിക്കുന്ന ഒരു 51,000 പൊതുജനങ്ങൾക്ക് അംബാനിയുടെ കുടുംബം നേരിട്ട് വന്ന് ഭക്ഷണം നൽകിയിരുന്നു. ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഈ കല്യാണം നടക്കുന്ന 3 ദിവസത്തേക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാനായി ബോളിവുഡ് ആക്ടേഴ്സും ക്രിക്കറ്റേഴ്സും നമ്മുടെ മെറ്റ CEO, ഫേസ്ബുക്കിൻ്റെ CEO ആയ മാർക്ക് സുക്കർബർഗ്, ബിൽ ഗേറ്റ്സ്, ബ്ലാക്ക് റോക്ക് എന്ന വലിയ കമ്പനിയുടെ, ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ മിക്ക കമ്പനികളെ മറ്റ് കമ്പനികളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ CEO, ഇതല്ലാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ മകള്, അങ്ങനെ ഏകദേശം 2000ഓളം ഗസ്റ്റുകൾ ഇവിടെ എത്തിയിരുന്നു. ഇവർക്ക് യാത്ര ചെയ്യാനും കൃത്യസമയത്ത് കല്യാണത്തിന് എത്തിച്ചേരുവാനും 100-ൽ പരം ചാർട്ടേഡും അല്ലാത്തതുമായ ഫ്ലൈറ്റുകൾ ഏർപ്പാട് ചെയ്തിരുന്നു. ഇവിടെ എത്തുന്ന ഗസ്റ്റുകൾക്ക് ബോർ അടിക്കാതിരിക്കാനായി നൃത്തവും പാട്ടുകളും. പാട്ടിനെ പറ്റി പറയുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ഫേമസ് സിംഗറായ റിഹാന, ആ റിഹാനയ്ക്ക് 74 കോടി രൂപ കൊടുത്താണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അടുത്തതായി ഫുഡിനെ പറ്റി പറയുവാണെങ്കിൽ 2500 ഡിഷസ്, 2000 ഗസ്റ്റുകൾക്ക് വേണ്ടി 2500 ഡിഷസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 35, അതായത് കോണ്ടിനെന്റിലും ഇന്ത്യൻ ഫുഡ് ഉൾപ്പെടെ 35ഓളം സീനിയർ ഷെഫും അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ 500-ൽ പരം മറ്റ് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ 1000 കോടി ചെലവ് ചെയ്ത് കല്യാണം നടത്തിയാൽ പോലും മറ്റൊരു സൈഡിൽ ആനന്ദ് കഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് പുതുജീവൻ നൽകുകയാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അപ്പം ആനന്ദ് അംബാനിയുടെ കല്യാണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ സെൻറ്ററിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.